ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് ലോസ്. വീണ്ടും പുതിയ ഒരു റോ എഡിറ്റിംഗ് വീഡിയോയിലേക്ക് നമ്മൾ വരികയാണ്. എനിക്ക് തോന്നുന്നു ആളുകൾക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് റോ എഡിറ്റിംഗ് സെഗ്മെൻ്റ് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആൾക്കാരുടെയും ഫോട്ടോസ് നിരസിക്കാതെ ഒട്ടുമിക്ക ഫോട്ടോസും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത് സന്ദീപാണ്. സന്ദീപ് പച്ച എന്നാണ് നോർമലി ഈ പേര് വരുന്നത്. ഫുൾ നെയിം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സന്ദീപ് അയച്ചു തന്നിരിക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സന്ദീപ് എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ചിത്രം ഇതാണ്. ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ടൈപ്പ് ചിത്രമാണ്. ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊന്ന് ശ്രമിക്കാം. എന്തായാലും ഞാൻ ചിലപ്പോൾ ഒരു സ്കൈ റീപ്ലേസ്മെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ലൂമിനാറിൽ നമുക്ക് AI സ്കൈ എൻഹാൻസർ എന്ന് പറയുന്നൊരു ഫിൽറ്ററുണ്ട്. ആ ഫിൽറ്റർ ഒന്ന് അപ്ലൈ ചെയ്താലും നമുക്ക് സ്കൈ റിട്രീവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം. രണ്ടാമതായിട്ട് പിന്നെ സ്കൈ എൻഹാൻസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, നമുക്കിവിടെ ഒരു പ്രാവുണ്ട്. ആ പ്രാവ് ചിലപ്പോൾ ചിത്രത്തിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രീറ്റ് ഫോട്ടോയുടെ സൗന്ദര്യവും ഈ ഒരു പ്രാവാണ്. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോട്ടാണ്. നല്ലൊരു പൊസിഷനിൽ തന്നെ ആ പ്രാവിനെ കിട്ടുകയും ചെയ്തു. പിന്നെ രണ്ടാമതൊരു കാര്യം, നമുക്കിവിടെ ഒരു JCBയുടെ ഹാൻഡ് ഉണ്ട്. ചിലപ്പോൾ അതും ഫോട്ടോഷോപ്പിൽ റിമൂവ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സന്ദീപ് റീഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ. അതിൻ്റെ റോ ഫോർമാറ്റ് ഫയൽ ഇതാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഓക്കെ, ഡീറ്റെയിൽസ് നോക്കിയാൽ കാനോൺ 700D ക്യാമറയാണ്. 18-55mm ലെൻസാണ്. അതായത് നോർമൽ കിറ്റ് ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ISO 100, ഫോക്കൽ ലെങ്ത് 18mm, ഷട്ടർ സ്പീഡ് 1/250th എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. സമയം നോക്കിയാൽ 8:48 ആണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഏർലി മോർണിംഗ് എടുത്തൊരു ഷൂട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ജസ്റ്റ് ലൈറ്റ് റൂമിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാം. ഓവറോൾ എഡിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഗ്ലോബൽ എഡിറ്റിംഗ് എന്നും ലോക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനിൽ എഡിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ലോക്കൽ എഡിറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വേർഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും വീഡിയോയിൽ. ഞാൻ എന്തായാലും ഓവറോൾ, അതായത് ഗ്ലോബൽ എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യുന്നില്ല, കോൺട്രാസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഹൈലൈറ്റ്സ് നമുക്കൊന്ന് ഫുള്ളൊന്ന് കുറച്ച് നോക്കാം, എന്തെങ്കിലും സ്കൈ റിട്രീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കൈയിൽ യാതൊന്നും റിട്രീവ് ചെയ്യാനില്ല ഇവിടെ. ഞാനപ്പോൾ അത് ബ്ലാങ്ക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നു. ഷാഡോസ് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യുന്നു. മീൻസ് നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് ഈ ഒരു വ്യക്തിയും ഈ ഒരു പട്ടിയുമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. വൈറ്റ്സ് ആൻഡ് ബ്ലാക്ക്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ മിക്കവാറും സ്കൈ റീപ്ലേസ്മെൻറ്റ് ഇതിൽ നടക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വൈബ്രൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം, എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, നമുക്കിങ്ങനെ ഒരു ഇമേജാണ് നമുക്ക് വൈബ്രൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വരുന്നത്. സാച്ചുറേഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഞാൻ ഫുള്ളായിട്ട് സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്ത് നോക്കി. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു സബ്റ്റിലായിട്ട് കിട്ടുന്നത് സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. എന്തായാലും ഞാൻ സാച്ചുറേഷനും വൈബ്രൻസും ജസ്റ്റ് നോർമലിലേക്ക് ആക്കുന്നു. വൈബ്രൻസ് മാത്രം ചെറുതായി ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ലെൻസ് കറക്ഷൻ നമുക്ക് ചെയ്യാം. ക്രോമാറ്റിക് അബറേഷൻ, പ്രൊഫൈൽ കറക്ഷനും ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു പ്രൊഫൈൽ കറക്ഷൻ വന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ് ഈ പ്രൊഫൈൽ കറക്ഷനൊക്കെ. എന്തോ ഞാൻ ചെറുതായിട്ടത് മിസ് ചെയ്തു. നമുക്കൊന്നും കൂടെ ഒന്ന് നമ്മുടെ ഫോർഗ്രൗണ്ട് നമുക്കൊന്ന് ബ്രൈറ്റൺ ചെയ്യാം. ടോട്ടലി ബ്രൈറ്റൺ ചെയ്യാം. ഡിഹേസ് വേണമെങ്കിൽ നമുക്ക് ചെറുതായി ഒന്ന് അപ്ലൈ ചെയ്യാം. ചെറിയൊരു ഹേസ് പോലെ ചിത്രത്തിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഡിഹേസ് അപ്ലൈ ചെയ്തു. ടോണൽ കർവ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഈ വെള്ളത്തിൻ്റെ പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ബ്ലൂ കളർ ആക്കാൻ സാധിക്കുമോ എന്നൊന്ന് ശ്രമിക്കാം. അതിനുവേണ്ടി ഞാൻ ബ്രഷ് ടൂൾ എടുക്കുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് എടുത്തിട്ട് നമ്മുടെ വെള്ളത്തിൽ മാത്രം ഒന്ന് ബ്രഷ് ചെയ്യുന്നു. നമുക്ക് എവിടെയാണ് ബ്രഷ് ചെയ്തതെന്ന് അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പോഷർ ഒന്ന് എല്ലാം ഒന്ന് നോർമലാക്കിയതിന് ശേഷം എക്സ്പോഷർ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു, എവിടെയാണ് ഞാൻ ബ്രഷ് ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ നോക്കിയാൽ ആ വെള്ളത്തിൻ്റെ പോർഷൻ നമുക്ക് ഭയങ്കരമായിട്ട് വെളുത്ത് വരുന്നതായിട്ട് കാണാം, എക്സ്പോഷർ കൂട്ടി വെച്ചേക്കുന്നത് കൊണ്ട്. അത് എനിക്കത് എവിടെയാണ് ഞാൻ ബ്രഷ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ എക്സ്പോഷർ കൂട്ടി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓട്ടോ മാസ്കിംഗ് ഓപ്ഷനും നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ് റൂമിൻ്റെ ഓട്ടോ മാസ്കിംഗ് ഓപ്ഷൻ വളരെ നല്ല ഒരു ഓപ്ഷനാണ്. ഓട്ടോ മാസ്കിംഗ് വളരെ കറക്റ്റായിട്ട് ലൈറ്റ് റൂം ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ആ വെള്ളത്തിൻ്റെ പോർഷനിൽ ബ്രഷ് ചെയ്യുന്നു. നെഗറ്റീവ് ബ്രഷ് കൊണ്ട് ഈ പാറയിൽ വന്നിരിക്കുന്ന ആ ഒരു ചെറിയ പോർഷൻ ഞാൻ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കറിയാം എവിടെയാണ് ഞാനിത് ബ്രഷ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് സെലക്റ്റഡ് ഓവർലേ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷൻസ് എവിടെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം നമ്മളൊരു ഓവറോൾ, അതായത് ഗ്ലോബൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊന്ന് ബ്രഷ് ചെയ്തത്. ഇനി ഞാൻ എക്സ്പോഷർ നോർമലാക്കുന്നു. അതിനുശേഷം ആ ബ്രഷിലെ ടെമ്പറേച്ചർ ബ്ലൂ പോർഷനിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ബ്ലൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ബ്രഷ് ഉള്ള പോർഷനിൽ മാത്രമാണ് ബ്ലൂ അപ്ലൈ ചെയ്യപ്പെടുന്നത്. ബാക്കി പോർഷനിലേക്ക് അത് അപ്ലൈ ചെയ്യപ്പെടുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ആകാശത്തിലും ചെയ്യാമായിരുന്നു. പക്ഷേ ആകാശം ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൈ റീപ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു.
ഇപ്പോൾ ചെറിയ തോതിലുള്ളൊരു ബ്ലൂ കളർ നമ്മൾ വെള്ളത്തിന് കൊടുത്തു. വേണമെങ്കിൽ നമുക്ക് കളേഴ്സിൽ വേറൊരു കളർ നമുക്കൊന്ന് നോക്കാം. ബ്ലൂവിൻ്റെ തന്നെ പല ഷെയ്ഡ്സ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന് അറിയാനായിട്ട്. ഒരു ലൈറ്റ് ബ്ലൂ നമ്മൾ അപ്ലൈ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സാച്ചുറേഷൻ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം, കുറച്ചും കൂടെ കുറയ്ക്കാം. ചെറുതായിട്ടൊരു ബ്ലൂ ടിൻറ്റ് മാത്രം കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഡൺ പ്രസ് ചെയ്യുന്നു. രണ്ടാമതൊരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ആ തിരമാലകളുടെ പോർഷനിൽ മാത്രം നമ്മൾ എക്സ്പോഷർ മാത്രം ഒന്ന് കൂട്ടി കൊടുക്കുന്നു. കുറച്ചും കൂടി ഒരു വൈറ്റ് തിരമാല നമുക്ക് കിട്ടാനായിട്ടാണിത് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഒരു റേഞ്ച് മാസ്കും കൂടെ അതിന് മുകളിൽ കൊടുക്കുന്നു. ലൂമിനൻസ് മാസ്കാണ് കൊടുക്കുന്നത്. മീൻസ് നമ്മൾ ഈ വൈറ്റ് ബ്രഷിൻ്റെ മുകളിൽ, അതായത് നമ്മളത് ബ്രൈറ്റ് ഏരിയാസിന് മാത്രം ഈ വൈറ്റ് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മുടെ ലൂമിനൻസിൻ്റെ റേഞ്ച് നമ്മൾ ക്രമീകരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കിയാൽ കുറച്ചും കൂടെ ഒരു സെലക്ഷൻ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് ഡൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ 2 സെലക്ഷൻ വഴി കുറച്ച് ബ്ലൂ ആക്കി നമ്മുടെ വാട്ടറിൻ്റെ പോർഷൻ. ഇനി നമുക്ക് സ്കൈ, കര, അതുപോലെ നമ്മുടെ സബ്ജക്റ്റാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ഹൊറൈസൺ ഒന്ന് സ്ട്രെയിറ്റ് ആക്കുന്നു. നമ്മുടെ സന്ദീപ് ഓൾറെഡി ഹൊറൈസൺ സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രം ഹൊറൈസൺ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യുന്നു. ചെറിയ ഒരു ചെരിവുണ്ടായിരുന്നു, അത് നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്തു. ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് ആ ഒരു ഫോക്കസ് കൊണ്ടുവരാനായിട്ട് ഒരു റേഡിയൽ ഫിൽട്ടർ വെച്ച് നമ്മുടെ സബ്ജക്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആ പോർഷൻ മാത്രം ഒന്ന് എക്സ്പോഷർ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു സബ്ജക്റ്റിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടുവരാനായിട്ട്. എക്സ്പോഷറും അതിന് കൂടെ തന്നെ ചെറുതായിട്ട് നമുക്ക് കളറും ഒന്ന് ഇൻക്രീസ് ചെയ്യാം, സാച്ചുറേഷൻ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ലൈറ്റ് റൂം എഡിറ്റിംഗ് നടത്താം. ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫോട്ടോഷോപ്പിൽ നോക്കാം എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന്. ഞാൻ എന്തായാലും എക്സ്പോർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഫോട്ടോ ഡെസ്ക്ടോപ്പിലോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പോർട്ടിന് ശേഷം നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കുറച്ചൊരു ഡിഫിക്കൽട്ട് ഫോട്ടോയാണ്. നമുക്ക് ഏർലി മോർണിംഗിലാണ്. അതുപോലെ തന്നെ ഡൈനാമിക് റേഞ്ച് കുറവുള്ളൊരു ഫോട്ടോയാണ്. മീൻസ് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അങ്ങനെ ഒരു ഹെയ്സ് ഉള്ള ഒരു മോർണിംഗ് ആണ്. അതുകൊണ്ട് ഡീറ്റെയിൽസ് കിട്ടാൻ കുറച്ച് പാടുള്ള ഒരു ഫോട്ടോയാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ലൂമിനാറിലെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഫോട്ടോഷോപ്പിൽ നമ്മൾ നമ്മുടെ ഫോട്ടോ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ലൂമിനാറിൽ കുറച്ചും കൂടെ ഫോട്ടോയൊന്ന് നമുക്ക് ബെറ്റർ ആക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുകൊണ്ട് ഞാൻ ലൂമിനാറിൽ ഈ ഫോട്ടോ ഓപ്പൺ ചെയ്യുന്നു, പുതിയൊരു ലെയറായിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മൾ ലൂമിനാറിൽ ഓപ്പൺ ചെയ്തു. എക്സ്പേർട്ട് എന്ന് പറയുന്ന വർക്ക് സ്പേസിൽ ഞാൻ പോകുന്നു. ഇനി ഞാൻ ചെയ്യുന്നത് നമുക്ക് വേണ്ട ഏതൊക്കെ ഫിൽറ്ററാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ജസ്റ്റ് ആക്സെൻ്റ് ഫിൽറ്റർ ഒന്ന് യൂസ് ചെയ്യാം. എന്ത് മാറ്റമാണ് ചിത്രത്തിൽ വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ആക്സെൻ്റ് ഫിൽറ്റർ വളരെ ഒരു HDR ടൈപ്പ് ഫോട്ടോയാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും എനിക്ക് അത്രയും ഒരു എഫക്റ്റ് വേണ്ട. അതുകൊണ്ട് ഞാൻ ആക്സെൻ്റ് ഫിൽറ്റർ ചെറുതായി ഒന്ന് കുറയ്ക്കുന്നു. സ്കൈ എൻഹാൻസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് സ്കൈ റിട്രീവ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിലും സ്കൈ എൻഹാൻസർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നു, പക്ഷേ മാറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പഴയ രീതിയിലാക്കുന്നു. സ്കൈ എൻഹാൻസർ ക്ലോസ് ചെയ്യുന്നു. ഡിഹൈസ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തു ലൈറ്റ് റൂമിൽ. കളർ കാസ്റ്റ് നമ്മുടെ ചിത്രത്തിലില്ല. നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ബ്രൈറ്റ്നസ് ആൻഡ് വാംത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാംത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഫോളിയേജ് നമ്മുടെ ചിത്രത്തിനകത്തില്ല. ഫോളിയേജ് എന്ന് പറഞ്ഞാൽ ചെടി പടലങ്ങളാണ് ഫോളിയേജ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മുടെ ചിത്രത്തിലില്ല. വേണമെങ്കിൽ ഗോൾഡൻ ഹവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു അത്യാവശ്യം നല്ലൊരു ഫീല് വരുന്നുണ്ട്. ഗോൾഡൻ ഹവർ അപ്ലൈ ചെയ്താൽ ഒരു സൂര്യോദയം സൂര്യാസ്തമയം ഫീല് നമ്മുടെ ചിത്രത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സാച്ചുറേഷൻ വൈബ്രൻസിൽ ഞാൻ വൈബ്രൻസ് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഡീറ്റെയിൽ എൻഹാൻസറിൻ്റെ ആവശ്യമില്ല, സ്ട്രക്ചർ ആവശ്യമില്ല. അഡ്വാൻസ്ഡ് കോൺട്രാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെറുതായി ഒന്ന് ട്രൈ ചെയ്യാം. കർവ്സ് അപ്ലൈ ചെയ്യുന്നില്ല. HSS സ്ലൈഡറിൽ നമുക്ക് നമ്മുടെ ഓറഞ്ച് കളർ ചെറുതായിട്ടൊന്ന് സാച്ചുറേഷൻ നമുക്ക് ചെറുതായി ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓറഞ്ചിൻ്റെ സ്പ്ലിറ്റ് ടോണിങ് ചെയ്യുന്നില്ല, ലട്ട് മാപ്പിംഗ് ചെയ്യുന്നില്ല, ബിഗ് നെറ്റ് കൊണ്ടുവരുന്നില്ല, ഓർട്ടൺ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇനി വേറെ എന്തെങ്കിലും വേണമോ എന്ന് നോക്കാം. സൺറൈസ് ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. വീണ്ടും തിരിച്ച് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി സ്കൈ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ചിലപ്പോൾ അതിന് കൂടെ ഈ ബ്രിഡ്ജും പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് കളർ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ബ്ലാങ്ക് ആയിട്ടൊരു സ്കൈ ആണുള്ളത്. അതിൻ്റെ കളർ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് പ്ലസ് ഐ ഡ്രോപ്പർ കൊണ്ട് നമുക്ക് കുറച്ച് പോർഷൻ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം, വേണ്ടാത്ത കുറച്ച് പോർഷനുകൾ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഫോട്ടോയിൽ നോക്കിയാൽ നമുക്ക് കാണാം ഏതൊക്കെ പോർഷനാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് സെലക്റ്റഡ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഫസിനെസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. കുറച്ചും കൂടെ നമുക്ക് ഫസിനെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെലക്ഷൻ. ഞാൻ ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ലെയർ മാസ്ക് ആക്കി അതിനെ മാറ്റുന്നു. ഓക്കെ, ഇനി നമുക്ക് ലെയർ മാസ്കിൽ ഈ വൈറ്റ് വന്നിരിക്കുന്ന എല്ലാ പോർഷനും സെലക്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് സെലക്ഷൻ വേണ്ടാത്ത ഭാഗങ്ങൾ ഫുള്ളായിട്ട് ബ്ലാക്ക് ആക്കുന്നു. അതിനുവേണ്ടി നമുക്കറിയാം ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ അല്ലെങ്കിൽ ഓൾട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇടയ്ക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. കൺട്രോൾ ബാക്ക് സ്പേസ് അടിച്ചാൽ നമുക്ക് വൈറ്റ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഓൾട്ട് ബാക്ക് സ്പേസ് അടിക്കുക. അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ കിട്ടുന്നു. ഇനി നമുക്ക് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ബാക്കി പോർഷനും കൂടി നമുക്ക് സെലക്ഷൻ വേണ്ടാത്ത പോർഷൻ ബ്രഷ് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് നോർമലിൽ നിന്ന് സ്ക്രീനിൽ വന്നിട്ട് വൈറ്റ് കൊണ്ട് നമ്മുടെ വൈറ്റിൽ ബ്രഷ് ചെയ്യുന്നു. സ്ക്രീൻ അല്ല എന്ന് തോന്നുന്നു. നമ്മുടെ കളർ ബ്രഷിൻ്റെ ഓവർലേയിൽ നിന്നുകൊണ്ട് നമ്മൾ വൈറ്റ് കൊണ്ട് ബ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഓവർലേ ആണ് നമുക്ക് ബ്ലെൻഡിങ് മോഡ് യൂസ് ചെയ്യേണ്ടത്. ബ്രഷിൻ്റെ ഓവർലേയിൽ നിന്നുകൊണ്ട് വൈറ്റിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്യുവർ വൈറ്റായിട്ട് മാറ്റാൻ സാധിക്കും. ഇത് ബ്ലാക്ക് പോർഷൻസിനെ അഫക്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെലക്ഷൻ നമ്മുടെ ഇതിൽ കൊണ്ടുവന്നു, അതായത് സ്കൈയിൽ കൊണ്ടുവന്നു. ഇനി നമുക്ക് പുതിയൊരു സ്കൈ അങ്ങോട്ട് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. ഞാൻ ജസ്റ്റ് ഫയൽസിൽ പോയിട്ട് അതിന് പകരം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കാം എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നതെന്ന്. ഓവർലേ പാക്കിൽ ഞാൻ മുമ്പൊരു ഓവർലേ പാക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാണാം. സ്കൈയുടെ ഒരു ഫോൾഡർ നമുക്കുണ്ട്, സ്കൈ ഓവർലേസ്. ഓക്കെ, നമ്മുടെ ചിത്രത്തിന് യോജിച്ച ഒരു സ്കൈ നമുക്ക് കൊണ്ടുവരാം ഇവിടെ. ഓക്കെ, ഇതിൽ ഒട്ടനവധി സ്കൈ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ബ്ലൂ കൂടുതലുള്ള ഒരു സ്കൈ, ഈ സ്കൈ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മാച്ച് ആകുമെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു ചിത്രത്തിലേക്ക്. ഓക്കെ, ഇത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് മാച്ച് ആകുന്നുണ്ട് നമ്മുടെ ചിത്രത്തിൻ്റെ കളറുമായിട്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു നമ്മുടെ സ്കൈ, പുതിയ സ്കൈ. ഓക്കെ, ഇത് കുറച്ചും കൂടെ മാച്ച് ആകുന്ന ഒരു സ്കൈ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് മുൻപിലത്തെ സ്കൈ അങ്ങ് കളഞ്ഞിട്ട് ഈ സ്കൈ അങ്ങ് ആഡ് ചെയ്യാം. അതുപോലെ നമുക്കിവിടെ ഒരു ബ്ലാക്ക് സ്പോട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലെയർ മാസ്കിൽ ഈ ഒരു പോർഷൻ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റീപെയിൻറ്റ് ചെയ്യാം ബ്ലാക്ക് കൊണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ മാച്ചിങ് ആയിട്ടുള്ളൊരു ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്കൈ കിട്ടി, ഇങ്ങനെ ഒരു നല്ലൊരു ചിത്രം കിട്ടി. ചിത്രം കുറച്ചും കൂടെ ബെറ്ററായി. ഒരു വലിയ വ്യത്യാസം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. വേണമെങ്കിൽ ഒരു ലെയർ മാസ്ക് കൊടുത്ത് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇവിടെ മാത്രം ചെറുതായിട്ടൊന്ന് എന്താ പറയുന്നത്, ഒന്ന് വലിച്ചിടാം. നമുക്ക് വലിച്ചിട്ടൊന്ന് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇൻവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്കൈ കിട്ടി. ഓക്കെ, ആ വലിയ ഒരു വ്യത്യാസമില്ലാതെ പക്ഷേ കുറച്ചും കൂടെ ബെറ്ററായിട്ടൊരു സ്കൈ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. നമ്മുടെ പക്ഷികളെ ഒന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് എങ്ങനെ കളർ റേഞ്ച് കൊണ്ട് ഇത് ചെയ്തു എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കേർവ്സ് എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ കേർവ്സ് കുറച്ച് ബ്രൈറ്റൺ ചെയ്യുന്നു. ഇതൊരു ഡോഡ്ജ് ലെയറായിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളത് വെളുപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ബ്രഷ് ചെയ്താൽ മാത്രം മതി ഡോഡ്ജ് ലെയറിൽ. ഡോഡ്ജ് ആൻഡ് ബേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്ലോ കുറയ്ക്കുന്നു, ഒരു 6 വെച്ചുകൊണ്ട് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ ഓവർലേ എന്ന് പറയുന്ന മോഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ബ്രഷിനെ തിരിച്ച് നോർമലിലാക്കിയില്ല. അതുകൊണ്ട് ഡോഡ്ജ് ആൻഡ് ബേൺ അപ്ലൈ ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും ഒന്നും കൂടെ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യുന്നു. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേസൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് കാണാം. നമുക്ക് ആ ചെറിയ പാറക്കെട്ടുകളിലും ചെറുതായിട്ടൊന്ന് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാം. ഇത് വേണമെങ്കിൽ പല ലെയറുകളിലായിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് എളുപ്പത്തിന് വേണ്ടി ഫ്രീ സ്പീഡിൽ ചെയ്യാനായിട്ടാണ് ഒറ്റ ലെയറിൽ തന്നെ 2 കാര്യങ്ങൾ. ഇപ്പോൾ ഫേസ് നമുക്ക് ഒരു ലെയറിൽ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാം. ഈ കാര്യം നമുക്ക് വേറൊരു ലെയറിൽ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാം. അതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ് എന്നല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്കിലും ഈ നമ്മുടെ ട്യൂട്ടോറിയലിൻ്റെ സ്പീഡിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യുന്നു. നമ്മുടെ JCB ഇതുവരെ മാറ്റിയില്ല, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് കർവ് കുറച്ചും കൂടെ മുകളിലേക്ക് ഉയർത്തി നോക്കുന്നു. ഓക്കെ, കൊള്ളാമെന്ന് തോന്നുന്നു. ഓക്കെ, ഡോഡ്ജ് ആൻഡ് ബേൺ ലെയർ നമുക്കൊന്ന് ഓൺ ഓഫ് ചെയ്യാം. ഇങ്ങനൊരു മാറ്റം നമ്മുടെ ചിത്രത്തിൽ വന്നിട്ടുണ്ട്.
ഓക്കെ, വേറെ ഒന്നും ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. സ്കൈയിൽ അത്യാവശ്യം മാറ്റം വന്നിട്ടുണ്ട്. ലെയർ മാസ്ക് ഒന്ന് ഡിസേബിൾ ചെയ്ത് നോക്കിയാൽ ലെയർ മാസ്ക് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനൊരു ചിത്രം കിട്ടും. മീൻസ് നമ്മുടെ ആ പറവ ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു പറവയില്ലെങ്കിലും ഇത് നല്ലൊരു ബെറ്റർ ഇമേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് നമുക്ക് ഫൈനൽ ഇമേജ് ആയിട്ട് നടത്തിക്കൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വേണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ ഇവിടെ ഒരു സൂര്യനെയൊക്കെ വേണമെങ്കിൽ കൂട്ടാം ചിത്രത്തിൽ. പക്ഷേ എങ്കിലും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ചിത്രത്തിൻ്റെ ഒറിജിനാലിറ്റി അധികം നമ്മൾ നശിപ്പിക്കാതെ ചിത്രം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ ട്യൂട്ടോറിയൽ ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഞാനപ്പം ഡിസേബിൾ ചെയ്യുന്നതിന് പകരം ലെയർ മാസ്ക് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ സ്കൈ റീപ്ലേസ്മെൻറ്റ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ കളർ റേഞ്ച് കൊണ്ട് എങ്ങനെ സെലക്ഷൻ ചെയ്യാമെന്നും ഈ വീഡിയോയിൽ കണ്ടു. മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെ ചെയ്യാമെന്ന്. ഡോഡ്ജ് ആൻഡ് ബേൺ ഞാൻ ജസ്റ്റ് നമ്മൾ ഡോഡ്ജ് ചെയ്യുന്നില്ല, ബേൺ ചെയ്യുന്നില്ല, ഡോഡ്ജ് മാത്രം. ഓക്കെ, ബേൺ നിങ്ങൾക്ക് ചെയ്യേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഞാൻ സ്പീഡിലൊന്നും നമ്മുടെ ട്യൂട്ടോറിയൽ കൊണ്ടുപോകാൻ വേണ്ടി ജസ്റ്റ് ഡോഡ്ജ് മാത്രം ചെയ്തുകൊണ്ട് ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കും ഫോട്ടോസ് അയക്കാം. ഫോട്ടോസ് അയക്കേണ്ടത് istudiokTM@gmail.com അതുപോലെ തന്നെ മാക്സിമം ഒരു ലാൻഡ്സ്കേപ്പ് ടൈപ്പിലുള്ള ചിത്രം അയക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോട്ടോ അയച്ചു തന്ന സന്ദീപ് പച്ചയ്ക്ക് നന്ദി. ഞാൻ JCB മാറ്റിയില്ല, അതിന് കുറച്ചും കൂടെ ടൈം എടുക്കും. എങ്കിലും വേണമെങ്കിൽ മാറ്റാമെന്നേ ഉള്ളൂ. പക്ഷേ ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് അതും കൂടെ നമുക്കൊന്ന് ചെയ്യാം. പാച്ച് ടൂൾ എടുത്തിട്ട് നമുക്ക് ഏത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. കണ്ടൻറ്റ് വേറെ ഫില്ലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. JCB അത്ര വലിയൊരു ഇതല്ല, ഡിസ്ട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആ JCB കൂടെ മാറ്റി ചിത്രം കുറച്ചും കൂടെ ബെറ്ററായെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ചിത്രം. ആ ബ്രിഡ്ജ് പോലും നമുക്ക് ചിത്രത്തിൽ നിന്ന് മാറ്റാതെ നമ്മൾ സ്കൈ റീപ്ലേസ് ചെയ്യാൻ സാധിച്ചു. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ ബ്ലർ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലൊരു കാര്യം ഒരാൾ സജസ്റ്റ് ചെയ്തിരുന്നു. വളരെ നല്ല സജഷനാണ്. എങ്കിലും വീഡിയോ ടൈമിൽ തീർക്കാൻ വേണ്ടി ഏകദേശം എനിക്ക് 40 മിനിറ്റോളം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടതുമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കൊരു 10-15 മിനിറ്റ്സ് വീഡിയോ ആക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പോർഷനിൽ വരുന്ന ടൈം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ വേണമെങ്കിലും നോക്കാം. ഇതാണ് ഫോട്ടോഷോപ്പ് എഡിറ്റിന് മുമ്പുള്ള ചിത്രം. ഇത് ഫോട്ടോഷോപ്പ് എഡിറ്റിന് ശേഷമുള്ള ചിത്രം. അപ്പോൾ വീഡിയോ അയച്ചു തന്ന സന്ദീപ് പച്ചയ്ക്ക് നന്ദി. നമ്മുടെ സ്ഥിരം ക്രിട്ടിക്കൽ റിവ്യൂയിലൊക്കെയുള്ള വ്യക്തിയാണ്. അപ്പോൾ സന്ദീപ് പച്ച എന്നോട് എവിടെ കണ്ടാലും നേരിട്ട് കാണുമ്പോൾ പറഞ്ഞാലും എനിക്ക് ആളെ അറിയാം. അങ്ങനെയുള്ള ഒരു റിലേഷൻ മീൻസ് നമ്മുടെ ചാനലിൽ ചില ആൾക്കാരുമായിട്ട് നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അയച്ചു തന്ന സന്ദീപിന് നന്ദി. ഈ ചിത്രം നമുക്ക് ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. അങ്ങനെയുള്ള ID-യിലാണ് നമ്മൾ ഇതുപോലുള്ള ചിത്രങ്ങൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചിത്രങ്ങൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ID-യിൽ പോയാൽ നിങ്ങളുടെ ഫോട്ടോ കാണാം. മുൻപുള്ള ഫോട്ടോകൾ അവിടെ കാണാൻ സാധിക്കും. രാജീവ് 1534 എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ബേബി ഷൂട്ടിന് വേണ്ടി മാത്രമുള്ളൊരു പ്രൊഫൈലാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.